അകത്തേക്ക് വരൂ. അച്ഛൻ എന്താ വല്ലാതിരിക്കുന്നേ? ഞാനില്ലാത്ത ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ മാസ്റ്റർ വരാറുണ്ടോ? ഏത് സ്കൂൾ മാഷ്? ഏതൊക്കെ മാസ്റ്റർമാരെ അറിയാൻ നിനക്ക്? പോസ്റ്റിംഗ് കാര്യത്തിന് വേണ്ടി എന്നെ അന്വേഷിച്ചു വന്ന ഒരു മാസ്റ്ററെ കുറിച്ച് പറഞ്ഞു ഓർക്കുന്നില്ലേ? ഓവ്. ആ, അയാളെ കുറിച്ചാ ചോദിച്ചത്. അന്ന് മാത്രമേ അയാൾ ഇവിടെ വന്നിട്ടുള്ളൂ. അല്ല. അതെ അച്ഛാ, എന്താ കാര്യം? അയാൾ താമസിക്കുന്ന സ്ഥലത്ത് അയാളെ കാണാൻ നീ പോയിട്ടുണ്ടോ? ഓവ്. എന്തിനു പോയി? ആരോട് ചോദിച്ചോണ്ട് പോയി? അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരിയാണ്. എന്ത് കേട്ടു? അച്ഛൻ എന്തിനാ എന്നെ തല്ലിയത്? മിണ്ടരുത്. വേണ്ട, നീ ഇനി പഠിക്കാൻ പോകണ്ട. ഞാൻ ജോലിക്ക് പോകുന്നില്ല. എന്താണ് നീ വളർന്ന് വലുതായ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല. മറ്റെവിടെയും പോകാനില്ലാത്തോണ്ട് ഇങ്ങോട്ട് പോന്നു. ഒരു കാരണമില്ല. നമ്മളെന്നാ ജംഗ്ഷനിൽ സ്കൂൾ മാഷെ കാണാൻ പോയില്ലേ? പോയിരുന്നു എന്ന് അച്ഛൻ ചോദിച്ചു. പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ചോദ്യമില്ല, ഉത്തരവില്ല. എന്നെ തല്ലി. അതെന്തിന്? അയാൾ എന്റെ കാമുകനാണെന്ന് ആരും അച്ഛനെ ധരിപ്പിച്ചിരിക്കും. എന്നിട്ടൊന്നുമില്ല. ഒരു വിശദീകരണം ചോദിക്കാനുള്ള ക്ഷമ പോലും അച്ഛൻ കാണിച്ചില്ല. അതിലാ എനിക്ക് സങ്കടം. ഞാനിങ്ങോട്ട് വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? നീ വാ, നമുക്ക് മുറിയിലിരിക്കാം. അമ്മ എവിടെ? അമ്മ കുളിക്കുകയാണെന്ന് തോന്നുന്നു. നീ വാ വാ. നീ ഇറങ്ങിപ്പോന്നത് അച്ഛൻ കണ്ടോ? ഇല്ല, ആദ്യമായിട്ടാ. ഇന്ന് വരെ അച്ഛൻ എന്നെ തല്ലിയിട്ടില്ല സൗമ്യ. നീ കരയാതിരിക്കടേ. അച്ഛനല്ലേ തല്ലിയത്, മറ്റാരല്ലോ. എനിക്ക് മറ്റാരും ഇല്ലെന്ന് നിനക്കറിഞ്ഞൂടെ? ആ, ഞാൻ രാധികയുടെ അച്ഛനാ. നിന്റെ അച്ഛനാ? ഞാനില്ല. ഹലോ ഹലോ, 72241. യെസ്, അതെ എങ്കിൽ സൗമ്യയാണ്. എന്താ എങ്കിൽ ഈ നേരത്ത്? ഒന്നുമില്ല. മോളവിടെ വന്നിരുന്നോ? രാധികയോ? ഇല്ലല്ലോ അങ്കിൾ. ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നോ? ഹലോ. ഫോൺ കട്ട് ചെയ്തു. ഫോർ 78855. ആ, ഞാൻ രാധികയുടെ അച്ഛനാ. അവള് കുട്ടിയെ കാണാൻ അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നു. വന്നോ? ഇതാണോ ഗഫൂറിന്റെ ചായക്കട? സാറെന്താ ഇവിടെ? നിങ്ങള്? ഞാൻ സരസ്വതി വിലാസ സ്കൂളിലെ കുഞ്ഞിക്കണ്ണ മാഷ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓഫീസിൽ വന്നിരുന്നു. ഗഫൂറെ, നല്ല അസലായിട്ടൊരു ചായ എടുക്ക്. സാർ ഇങ്ങോട്ട് കയറിയിരുന്നാട്ടെ. ചായ വേണ്ട, എനിക്ക് നിങ്ങളുടെ സ്കൂളിൽ പുതുതായിട്ട് ചേരാൻ വന്ന ഗോകുലകൃഷ്ണ മാഷ്. സാർ, ഞാൻ റെക്കമെൻഡ് ചെയ്യണമെന്ന് കരുതരുത്. മാനേജരോട് സാറ് പറഞ്ഞാൽ കേൾക്കും. ആ മാഷ് ഇവിടെ കിടന്ന് നട്ടം തിരിയാണ് സാർ. അയാളിപ്പോ എവിടെ ഉണ്ട്? ഞാൻ ഇപ്പൊ വിളിക്കാം സാർ. മാഷെ അന്വേഷിച്ച് എഴുതി വന്നിരിക്കുന്നു. നമസ്കാരം സാർ.
സാർ, സ്വന്തം മകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തൊരച്ഛന് മറ്റൊരാളെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നറിയാം. പക്ഷെ എനിക്ക് ഈ ലോകത്തോട് മാത്രമേ ഉള്ളൂ. ഇന്നലെ ആദ്യമായിട്ട് എനിക്ക് അവളെ തല്ലേണ്ടി വന്നു. ദേഷ്യം പിടിച്ചിട്ടായിരിക്കും അവള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പല സ്ഥലത്തും അന്വേഷിച്ചു. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അവൾ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടെന്ന് അറിയാൻ കഴിയും. ഒരിക്കൽ വന്നിരുന്നു, പക്ഷേ ഇന്നലെ ഇവിടെ വന്നില്ല. ഇല്ല സർ, ചിലപ്പോ ഏതെങ്കിലും കൂട്ടുകാരികളുടെ വീട്ടിൽ. ഇവിടെ വന്നോ ഇല്ലയോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പത്രത്തിലൊരു പരസ്യം കൊടുക്കേ, മോളെ കാണാനില്ല, കണ്ടു കിട്ടുന്നവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുമെന്ന്. അയാൾ എന്തിനാ മാസ്റ്റർ വന്ന് മോളെ അന്വേഷിച്ചേ? ദേവിന്റെ അച്ഛനിങ്ങോട്ട് വരുന്നു. വാതിൽ അടച്ചോ, നീ ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഇനിയും തല്ലണമെങ്കിൽ തല്ലട്ടെ. പ്ലീസ്. ഇവിടെ ആരുമില്ലേ? ഓ, അങ്കിളായിരുന്നോ? അവള് മറ്റെവിടെയും പോയിട്ടില്ല. പ്ലീസ് അങ്കിൾ, ഇനി അവളെ തല്ലരുത്. കയ്യേന്നൂടെ. രാത്രി ഫോൺ ചെയ്തപ്പോ എന്നോട് നുണ പറഞ്ഞില്ലേ? സ്വന്തം വീട്ടിൽ നിന്ന് ഓടിപ്പോരുന്ന പെമ്പിള്ളേരെ ഒളിപ്പിച്ച് താമസിക്കലാണോ നിങ്ങളുടെ ജോലി? ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ എന്റെ മോള് വളർന്നിരിക്കുന്നു. സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി വന്നിരിക്കുന്നു. ഇനി നിനക്കൊരു അച്ഛന്റെ ആവശ്യമില്ല. ഞാൻ വെറും വിട്ടി. ഇന്നലെ രാത്രി നിന്നെ കാണാതായപ്പം മുതല് മാനസികമായി ഞാനാകെ തകർന്നു. ആ തകർച്ചയുടെ ആഴം നിനക്കിപ്പം മനസ്സിലായില്ല. നിനക്കൊരു കുഞ്ഞുണ്ടാവണം. ആ കുഞ്ഞ് നിന്നോട് ഇതുപോലെ പെരുമാറണം. അപ്പോഴേ മനസ്സിലാവും. എന്റെ മനസ്സിൽ നിന്റെ പേര് ഞാൻ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കിങ്ങനൊരു മകളില്ല. അയ്യോ, എന്താ ചെയ്യ? ഞാൻ കുട്ടിയെ പറ്റിച്ചു. പട്ടണക്കാട് പുരുഷത്വനൊന്നുമല്ല ഞാൻ. എന്നെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ നുണക്കുട്ടി വിശ്വസിച്ചു. പക്ഷെ എന്നേക്കാൾ വലിയ നുണയന്മാരും കള്ളന്മാരാണ് ഈ ലോകം മുഴുക്കെ. എവിടെ എന്റെ ജോലി? മദ്യപിച്ചിട്ടാണോ വന്നിരിക്കുന്നേ? ആരും അറിയണ്ട. നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനൊന്ന് കാണണം. കോടതി വിധി അനുസരിച്ച് ഗോകുലകൃഷ്ണ മാഷിന്റെ സമ്മതമില്ലാതെ മറ്റാരെ സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. ആര് പറഞ്ഞു? കോടതി എന്ന് പറയുന്നത് ഒരു ചട്ടയുടെ മാത്രമല്ലല്ലോ. ഇഞ്ചക്ഷൻ നീക്കാൻ ഞാൻ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. ഓ, ഒരു പെറ്റീഷൻ. അച്ഛന്റെ പണത്തിനോടുള്ള ആർത്തി അതിനെല്ലാത്തിനും കാരണം. സ്കൂളിൽ ചേർക്കാന്ന് പറഞ്ഞ് 4 ലക്ഷം മേടിച്ച് അലമാരി വെച്ച് പൂട്ടിയിട്ടല്ല കോടതിയിൽ പോണ്ടത്. ആദ്യം ആ മനുഷ്യന്റെ കാശ് തിരിച്ചു കൊടുക്കച്ചാ. ഏത് മനുഷ്യന്റെ? ആ, അയാള് പുറത്തു വന്ന് നിപ്പുണ്ട്. എന്താ പക്ഷേ? ഞാനേ കാറ്റ് പോയോ നോക്കുകയായിരുന്നു. ഓറായി. എന്താ മാഷേ, സുഖല്ലേ? ആ, സുഖാണ്. പരമസുഖം. മദ്യപാനത്തിന്റെ ശരിക്കുള്ള സുഖം. ഓഹോ, മദ്യപിക്കുന്നയാളാണല്ലേ? ഇയാളെ പോലൊരാളെ ഞാൻ എങ്ങനെ സ്കൂളിൽ ചേർക്കും? ഏത് സ്കൂൾ? ആരെ ചേർക്കാൻ? കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉടനെ ഉണ്ടാകുമല്ലോ. കോടതി വിധി. പക്ഷെ എന്റെ വിധി തീരുമാനിച്ചു കഴിഞ്ഞു. സാറിന് അറിയോ, ഞാൻ ആദ്യമായി മദ്യപിച്ചത് 86-ൽ TTC പാസ്സായപ്പോഴാ. ഇപ്പൊ മദ്യപിച്ചത് അന്ന് പാസ്സായ TTC കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന് തീർച്ചയായപ്പോഴാ. വയസ്സ് കഴിഞ്ഞു. 35 കഴിഞ്ഞു. നിങ്ങളോ കോടതിയെ വിചാരിച്ചാൽ 35 കഴിഞ്ഞവന് സ്കൂളിൽ ചേർക്കാൻ പറ്റില്ല. മനസ്സിലായോ? മാഷ് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? എന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുമ്പോ ഈ സീറ്റിന് മറ്റൊരു അവകാശം ഉണ്ടെന്ന് സാറ് പറഞ്ഞില്ലല്ലോ. എല്ലാം വിറ്റുപെറുക്കി കൊണ്ടുവന്ന രൂപ
അലമാരയിൽ വെച്ച് പൂട്ടിയപ്പോഴും സത്യം പറഞ്ഞില്ലല്ലോ. അപ്പോ അറിഞ്ഞുകൊണ്ടെന്നെ ചതിക്കുകയായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിരുന്ന പണമാണ്. എടുത്തോളൂ, എനിക്ക് ആ പണം വേണ്ട. ആ പണം കൊണ്ട് എനിക്കിനി ഒന്നും ചെയ്യാനില്ല. ഗുഡ് ബൈ. എന്റെ കാര്യം സാരമില്ല സാർ. ഇനി ആരെയും ഇങ്ങനെ ചതിക്കരുത്.